നല്ല തണുപ്പാണ്. സംസാരിക്കാൻ പറ്റില്ല കുറെ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്ക്. ഐശ്വര്യമായിട്ട് തുടങ്ങട്ടെ. പെട്രോൾ ഒഴിക്കുന്ന പോലെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിന്ററൊക്കെ ആയിട്ട് പുതിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെന്ന് എല്ലാരും ചോദിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർഷം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയവും ഇല്ല, പിന്നെ വർഷം തുടങ്ങിയപ്പോ തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാണ്. നാട്ടില് പ്രശ്നം, നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഫാമിലി പ്രോബ്ലംസ്. അതായത് എന്റെ അച്ഛനും കുറച്ച് സുഖമില്ലാതൊക്കെ ഇരിക്കുവാണ്. അതെ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ എന്താണ് സാഡായിട്ടിരിക്കുകയാണ്. നമുക്ക് വിന്റർ ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ലെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സങ്കടം നമ്മളിപ്പോ അവളെ അറിയിച്ചിട്ട് അവൾക്കത് മനസ്സിലാക്കാനുള്ള ഒരു പ്രായമില്ല, കണ്ടില്ലേ അല്ലെ? കുഞ്ഞിനതൊന്നും അറിയില്ല എന്താണ് പ്രശ്നങ്ങൾ നടക്കുന്നത് എന്താണെന്നുള്ളത്. അവൾക്ക് അവളുടേതായ ഒരു ലോകമാണ്, അവളുടേതായ സന്തോഷങ്ങളാണ്. അപ്പൊ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും, നമ്മ കുഞ്ഞിനും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫ്രീ ടൈമിൽ ചെയ്യാന്ന് കരുതിയിട്ട് നമ്മളിപ്പം ഈ പ്രാവശ്യം ഇഗ്ലൂന് പകരം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പോലെ നമ്മളിപ്പോ എന്തൊക്കെ ടൈപ്പ് ഇഗ്ലൂ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കളർഫുൾ ഇഗ്ലൂ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ സ്നോ കൂട്ടി വെച്ചിട്ട് അത് കട്ട് ചെയ്ത് വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ സ്നോ വെച്ചിട്ട് ഇഗ്ലൂ ഉണ്ടാക്കിയിട്ടുണ്ട്. റിയൽ ഇഗ്ലൂ അതാണ് കേട്ടോ, അതാണ് റിയൽ ആയിട്ടുള്ള ഇഗ്ലൂ. സ്നോ മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഇഗ്ലൂ അതുണ്ടാക്കി. പിന്നെ അടുത്ത വർഷം നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഐസ് ഫീഡ് ഉണ്ടാക്കി. അപ്പൊ ഇപ്പൊ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ടിക്ടോക്കിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ടിക്ടോക്ക് കിട്ടാറുണ്ട്, ഇന്ത്യയിൽ കിട്ടാറില്ല. ഞാൻ എപ്പോഴും ടിക്ടോക്ക് ഒന്നും വാച്ച് ചെയ്യാറില്ല, ഞാൻ നോക്കാറില്ല. ടിക്ടോക്ക് ഒക്കെ ഓപ്പൺ ആകുന്ന സമയത്ത് അതിൽ മുഴുവൻ ഇത് മാത്രമേ ഉള്ളൂ, കളർഫുൾ ഇഗ്ലൂന്റെ ബഹളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എത്ര വീഡിയോ ഞാൻ ഈ വർഷം കണ്ടു. എല്ലാവർക്കും അപ്പൊ ഇഷ്ടമല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ? ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് ദേവേ കാണുന്നുണ്ട്, ഓരോരുത്തർ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കായിരിക്കുമല്ലോ അവർക്കും ഇങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ എല്ലാവരും ചെയ്ത് ശരിക്കും ഇഷ്ടം പോലെ പല ടൈപ്പിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യും, കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് വേറെ രീതിയിൽ എന്താ ചെയ്യണം, മോഡൽ ചെയ്യാം. ഐസ് ഹോം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഐസ് ഹോം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ അത് ഇപ്രാവശ്യം കുറച്ചും കൂടെ ഈസി ആണോ എന്നൊന്നും പറയാനൊക്കത്തില്ല. തണുപ്പത്ത് ചെയ്യാന്നുള്ളത് ആര് ചെയ്താലും പാട് തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്താലും ആര് ചെയ്താലും പാടാണ്. കളർഫുൾ തന്നെ കാരണം നമ്മള് കുഞ്ഞിന് വേണ്ടി മെയിൻ ആയിട്ട് ചെയ്യുന്നതാ. കളർഫുൾ ആയിട്ടുള്ള അല്ലേ അവളിത് എന്റെ മുടിയിൽ ഇങ്ങനെ സ്നോ ഫ്ലേക്സ് വീഴുന്നുണ്ടല്ലോ, അതിങ്ങനെ എന്തൊരു ഷേപ്പാന്നറിയാവോ? ആ ഷേപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാത്തില്ല, ബാക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാത്തില്ല. ഞാൻ സെൽഫി ആയിട്ട് ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കുക. അപ്പൊ അതാണ് ഏവക്കൂടെ ഞാൻ തട്ടി കളിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കളർഫുൾ ആയിട്ടേ ചെയ്യത്തുള്ളൂ, പ്ലെയിൻ ആയിട്ട് ചെയ്യത്തില്ല. കാരണം കുഞ്ഞിന് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനുമാണ്. അപ്പൊ അവർക്ക് ഈ പ്രായത്തിൽ ഏറ്റവും ഇഷ്ടം കളേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കളർഫുൾ തന്നെ ചെയ്യാന്ന് കരുതി. അപ്പൊ ഷേപ്പ് നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് വിനോദാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വുഡൊക്കെ എടുത്തോണ്ട് നമ്മൾ സപ്പോർട്ടില്ല, നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്തോ ആവും, എവിടെ ആവും, എങ്ങനെ ആവും ഒന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ശ്രമിച്ചു നോക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വർഷത്തെ ഒരു വിന്റർ ആക്ടിവിറ്റിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഫോയിൽ പ്ലേറ്റ്സുകളാണ്. ഇത് എത്രണ്ണം ഉണ്ട്? 50. ഇനിയുണ്ട് 50. നമ്മള് ഇത് തന്നെ റീയൂസ് ചെയ്യാന്നാ കരുതുന്നത്, ഒരുപാട് എക്സ്ട്രാ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ദേ നമ്മുടെ ഫോയിൽ പ്ലേറ്റ്സുകളാണ്. ഇത് 50 എണ്ണം ഉണ്ട്. അപ്പൊ അത് നമുക്ക് വെച്ച് നോക്കാം. ഇവിടെ നിരത്തി വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കണം. അതാണല്ലോ മെയിൻ. സമയം കളയണ്ട, പടപടയെ നിൽക്കുമ്പോ. വിനോദാണെന്നുണ്ടെങ്കിൽ ഫോയിൽ പ്ലേറ്റ്സ് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാതിക്കല്. ഇതാകുമ്പോഴത്തേക്ക് സൈഡിൽ ഇങ്ങനെ നിരന്നിരിക്കും. അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരാളാണ് ഷീറ്റ് എന്നൊക്കെ പറയുന്നത്. കുട്ടി നമ്മൾ നേരത്തെ എന്തിനോ ചെയ്ത് ഐസിന്റെ ഇതാന്ന് തോന്നുന്നേ, കഷ്ണം. ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് കളിക്കുക. ഇതിലെല്ലാം സ്നോ വീഴുന്നുണ്ട് പ്ലേറ്റില്, കണ്ടോ? നല്ല ഷേപ്പുള്ള സ്നോ ആണ് വീണോണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് സ്നോയൊക്കെ മാറ്റി ഇവിടെയും കൂടെ ഇനി വെക്കാന്നാണ് കരുതുന്നത്. എന്നിട്ട് വിനോദ് പറയുന്നത് മൂടി ഇടണമെന്നാണ്. മൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്നോ ഇങ്ങനെ വീണിട്ടേ നമ്മുടെ ആ ഒരു ബ്രിക്കിന്റെ കളർ ഇങ്ങനെ മങ്ങിപ്പോത്തില്ല. കുഞ്ഞു വെക്ക്, കുഞ്ഞിനെ ഇളക്കി കൊടുക്കച്ചേ, കുഞ്ഞിങ്ങനെ വെക്കും. ഈ മരം കണ്ടോ നമ്മുടെ വാതിക്കൽ നിൽക്കുന്നത്? ഈ മരം മാത്രമല്ല കേട്ടോ, എല്ലാ മരങ്ങളും സ്നോ ഇങ്ങനെ വീണിട്ട് നല്ല ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാം. നമ്മൾ ഈ ഷോപ്പിലൊക്കെ ആർട്ടിഫിഷ്യൽ ചെടികളൊക്കെ വാങ്ങിക്കാൻ ചെല്ലത്തില്ലേ,
അതുപോലെ ഇങ്ങനെ ഞാൻ വെക്കാം ഒന്നും പറഞ്ഞോണ്ട. അച്ഛനെ സഹായിക്കാൻ ഏവക്കൂട്ടനുണ്ട്, പക്ഷെ എന്നെ സഹായിക്കാൻ ആരുമില്ല ഇവിടെ. ഞാനാണെന്നുണ്ടെങ്കിൽ തണുത്ത് വിറച്ച കൈകളുമായി വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൈയൊക്കെ മരവിച്ചത് അരകുന്നില്ല. ഓഹോ, അത്രയും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലോട്ട് കയറി വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല. രണ്ട് ലൈനായിട്ടേ വെക്കാവുള്ളൂ. ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. 50 എണ്ണം ആയോ? നമ്മളിപ്പോൾ 50 എണ്ണം വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് അടുത്തത് വെക്കാം അല്ലേ? അടുത്ത 50 എണ്ണം അത് ഇതെവിടെ വെച്ചിട്ടുണ്ട്, അതിന് നിരത്തണം. അപ്പോൾ ആദ്യം ഇനി വെള്ളം ഒഴിക്കാം. കളർ ആഡ് ചെയ്ത് വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെക്കാം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിറയെ ചില്ലകളും കമ്പും കൊള്ളിയൊക്കെയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല കൊടുങ്കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു. അന്നേരം കുറേയധികം മരങ്ങളും എല്ലാം താഴെ വീണ്. അപ്പം അങ്ങനെ നമ്മുടെ പറമ്പിൽ നിന്ന് മരങ്ങളൊന്നും താഴെ വീണില്ല, പക്ഷേ മരച്ചില്ലയൊക്കെ ഒരുപാട് ഇതാ കണ്ടില്ലേ, ഈ കിടക്കുന്നതെല്ലാം നിറയെ മരച്ചില്ലയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അതാ ഈ കിടക്കുന്നത്. അതൊക്കെ മാറ്റിയാൽ മാത്രമേ നമുക്കിത് വെക്കാനൊക്കത്തുള്ളൂ നല്ലപോലെ. പിന്നെ നമ്മുടെ സ്നോമാനങ്ങൾ വരുമ്പോൾ സ്നോ മാറ്റാൻ വരുമ്പോഴത്തേക്ക് പുള്ളിക്കും ഇവിടുന്ന് അങ്ങോട്ട് മാറ്റാം. ഇത് കാണുമ്പോൾ പിന്നെ പുള്ളി ഇങ്ങോട്ട് കയറത്തില്ല. നമ്മളില്ലെങ്കിലുമേ പുള്ളി അങ്ങ് അത്രയും ഭാഗത്ത് വൃത്തിയാക്കിയിട്ട് അങ്ങ് പോകും. ശരി, അപ്പോൾ നമുക്ക് വെള്ളം എടുക്കാം. ഈ മരമൊക്കെ കണ്ടില്ലേ, ഇതിലൊന്നും ഒറ്റ ഇല പോലും ഇല്ലേ, പക്ഷേ നല്ല ഭംഗിയാണ്. ഇങ്ങനെ സ്നോ ഇങ്ങനെ വീണിങ്ങനെ കിടന്നിട്ട് കണ്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ വാതിക്കലോട്ട് കയറുന്ന ഭാഗത്താണ് ഇങ്ങനെ റൗണ്ടിൽ 2 സൈഡിലെ മരങ്ങൾ സ്നോയും എല്ലാം കൂടെ ഇങ്ങനെ വീണിട്ട് നല്ല വെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോലെ ഇരിക്കുന്നു. റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു, കവാടം പോലെ കണ്ടില്ലേ. അതെ, എവിടെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവാണ്. എവിടെ പോവാ? ഷോപ്പിൽ പോവാണോ? പിന്നെ എവിടെ പോവാ? ആ അച്ഛനും മോളും കൂടെ വെള്ളം നിറയ്ക്കുവാണേ. ഏവക്കുട്ടിയാണ് എല്ലാത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. സാരഥി അല്ലേ? എല്ലാത്തിനും ഏവക്കുട്ടൻ്റെ ഒരു കൈ ചെന്നില്ലെന്നുണ്ടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കത്തില്ല. എന്താ ചെയ്യുക ഏവ? എന്തോ ഉണ്ടാക്കാൻ പോവാ? ഐസ് കട്ട ഉണ്ടാക്കും അല്ലേ? ഇങ്ങോട്ട് നോക്കിയോ, വെള്ളം വെളിയിലോട്ട് പോയി. ഞാൻ ഐസ് കട്ട ഉണ്ടാക്കാൻ പോയപ്പോ ഐസ് കട്ടകൾ കൊണ്ട് ഐസ് ഹോം ഏവക്കുട്ടിക്ക് വേണ്ടി ഐസ് ബേബി അവര് അല്ലേ ഏവക്കുട്ട? കാണുന്നില്ലേ? അത് പൊക്കി പിടിച്ചാലല്ലേ കാണത്തുള്ളൂ, അല്ലാതെ കാണത്തില്ല. വെള്ളം അതിൻ്റെ അടിയിലോട്ട് ഞാൻ അത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കാണാനാ? അച്ഛയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നത്. ഇതിലെല്ലാം സ്നോ ഇപ്പം തന്നെ എന്തോരം വീണേ, ചെറുതായിട്ട് വീഴുന്നു. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല സ്നോഫോളൊന്നും തോന്നില്ല, പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ വീണിട്ട് പെട്ടെന്ന് ഇതിനകത്തെല്ലാം കണ്ടില്ലേ എന്തോരം വീണ് കിടക്കുന്നത് നോക്കി. ഇവിടെ എല്ലാം കട്ടയും കല്ലും കമ്പും അതും ഇതൊക്കെയാണ്, ലെവലല്ല. സോ നമ്മുടെ ബ്രിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചളുക്കോ വിളുക്കോ എന്ന് പറഞ്ഞായിരിക്കും കിട്ടാൻ പോകുന്നത്. വെള്ളം എന്താ നിറച്ചുകൊണ്ടിരിക്കുന്നു. നിറയട്ടെ. സാധാരണ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ആൾക്കാരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഇതിങ്ങനെ നിറച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ കളർ ആഡ് ചെയ്ത് അതിങ്ങനെ മിക്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഓരോ ഇഷ്ടമല്ല, പക്ഷെ നമുക്കിത് എളുപ്പമൊന്നും തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു. കോരി എപ്പോഴും കുനിഞ്ഞു നിവർന്ന് ഇങ്ങനെ നിറയ്ക്കണം അത് ഓരോന്നും, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിറഞ്ഞോ കൂട്ടാ? നിറഞ്ഞെങ്കിൽ വിളിച്ച് പറ അച്ചേട്. നിർത്താൻ പറ. നമ്മുടെ കളറുകളാണ് ഇതൊക്കെ. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി കളറുകളൊക്കെയാണോ തോന്നുന്നത്. നോക്കാം. ഓറഞ്ച് കളറാണോ? അതെ, നമ്മുടെ കളറാണിത്. 2 ഒഴിക്കണം നമുക്ക്. നോക്കാം, ഒരെണ്ണം ഒഴിച്ചിട്ട് എത്രത്തോളം കളർ വരുന്നുണ്ടോ നോക്കട്ടെ, എന്നിട്ട് അടുത്ത് ഒഴിക്കാം. കളർ നല്ല കിട്ടുന്നുണ്ടോന്ന് അറിയണമല്ലോ. നല്ല കളർഫുൾ ആയിരിക്കണം, അതാണ്. അത് നല്ലോണം പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒഴിക്കാം. അല്ല പിന്നെ എത്ര നേരം ഇങ്ങനെ ഇറ്റിറ്റ് വീഴണം? അത് പാടാണോ? എന്തേലും വേണോ പൊട്ടിച്ചെടുക്കാൻ? ബുദ്ധിമുട്ടല്ലേ? വളരെ സിമ്പിളായിട്ട് വീഴുന്നുണ്ട് ഞെക്കുമ്പോൾ തന്നെ. ഓക്കെ,
നമ്മുടെ രസ്ന കലക്കിയ പോലെ. നോക്കാം കലക്കി നോക്കിയിട്ട് ഇത് വെച്ച് കലക്കപ്പം അറിയാൻ പറ്റും. അപ്പം ദേ ഇതാണ് നമ്മുടെ കളറ്. ഒരെണ്ണത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കളർ എങ്ങനെ. നോക്ക് ഇച്ചിരി ഒഴിച്ചു നോക്ക് ഇതിലോട്ട്. കുറവല്ല ആണോ? വീതി എന്ന് പറഞ്ഞാൽ ഇച്ചിരി പൊട്ടിച്ചൊഴിക്കാം അല്ലാതെ. കളർഫുൾ ആണെങ്കിൽ നല്ല കളർ വേണം, അല്ലെങ്കിൽ രസമാണ്. തീർന്നോ? അത് പൊട്ടിച്ചിരുന്നെങ്കിൽ കഴുകി അങ്ങ് ഒഴിക്കായിരുന്നു. എങ്ങനെ പൊട്ടിച്ചത്? നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു നോക്കാം. അതെ, ഇച്ചിരിയോടെ ഒന്ന് ഒഴിച്ചു തരും. അത് നിൽക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്കൊരു വെള്ളം കുറച്ചെടുത്താൽ മതിയല്ലോ ഇതിന് വേണ്ടിയിട്ട്. മതി, ഇത്രയും മതി, ഒത്തിരി ആവണ്ട. ഒത്തിരി ആവണ്ട, പക്ഷെ ഒട്ടും കുറയാനും പാടില്ല. അതെ. ഓക്കേ, കളറായോടെ കൂട്ടാ ആ ബക്കറ്റിൽ ഒഴിച്ച് നോക്കിയാ. ആ ബക്കറ്റിൽ അതറിയാൻ പറ്റും. അത് വൈറ്റ് ബക്കറ്റ് അല്ലേ? അപ്പൊ അതിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും കളർ വന്നോ. നല്ല കളറല്ലേ? നല്ല കളറാ. നല്ല മതി, ഒഴിക്കും. അപ്പൊ ഏവക്കുട്ടിയാണ് ബക്കറ്റ് നിറച്ച് തരുന്നത്. അച്ഛയാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം ഒഴിക്കാൻ പോവാണ്. ഏവക്കുട്ടി ബക്കറ്റ് നിറയ്ക്ക്, അച്ഛ ഇതിലോട്ട് നിറച്ചിട്ട് കോരി കോരി ഒഴിക്കും. ഒട്ടും കളയല്ലേ, നമ്മുടെ കളർ വെള്ളമാണ്. കളർ വെള്ളം നമുക്ക് വിലപ്പെട്ടതാണ്. ഇത് എൻ്റെ പൊന്നെ, സ്നോ ഇങ്ങനെ വീണ് കിടന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ ഷേപ്പ് കണ്ടോ? ഇതിൻ്റെ പുറത്തെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ നല്ല ഷേപ്പുള്ള സ്നോയാണ് വീഴുന്നത്. ഇപ്പം തന്നെ അതെ നമ്മുടെ പാത്രം എല്ലാം സ്നോ വീണ് നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മൂടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രിക്കിൻ്റെ കളറെല്ലാം മോശമായി പോകും. ഓക്കെ, താങ്ക് യു. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇച്ചിരി ഒഴിച്ച് നോക്കിയതാ. ഇതിൽ തന്നെ ഒഴിച്ചോ ബാക്കി. ഓക്കെ, അവിടെ തന്നെ അടുത്തത് ഇയാളുടെ ഇഷ്ടം, ഇയാള് പറയുന്ന പോലെ. ഓക്കെ, ഒഴിച്ചോ. ഐശ്വര്യമായിട്ട് തുടങ്ങട്ടെ. വാവ്, നൈസ് കളറാണേ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ നമുക്ക് ഇത്രയും ഈ ഒരു കളർ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നല്ലേ? മഞ്ഞയും അല്ല, ഓറഞ്ചും അല്ല, വേറൊരു കളർ, ഗോൾഡൻ കളർ അല്ലേ? അതുപോലത്തെ കളർ ഇത് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിത് വെറൈറ്റി ആയിട്ട് ഒപ്പിച്ചെടുത്തതാണ്. അപ്പം അച്ഛതേ ബക്കറ്റ് മുക്കിയാണ് ഇപ്പം നിറച്ചോണ്ട് വരുന്നത്. ഇതാണ് ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി, ഈ ബ്രിക്ക് ഉണ്ടാക്കലേ. നല്ല ബുദ്ധിമുട്ടാ. ഒന്ന് ലീക്ക് ആവാതിരുന്നാൽ മതി. എന്താ ഇതൊന്നും നിറഞ്ഞിട്ടില്ല, ഇപ്പുറത്തത് ഇച്ചിരിയോടെ നിറയാനുണ്ട്. ഇത് വെച്ചേക്കുന്ന ഷേപ്പ് ശരിയല്ലാത്തതുകൊണ്ടേ ഇച്ചിരിയുടെ വരാനുണ്ട്. കുന്നും തടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രിക്ക് ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഓക്കെയാ. ഒന്നും ലീക്ക് ആവാതിരുന്നാൽ മതിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് ലീക്കായിപ്പോയി നമ്മൾ വാങ്ങിച്ചത്. ഒരുപാട് ലീക്ക് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കഷ്ടപ്പെട്ട് കളറൊക്കെ ആഡ് ചെയ്ത് നിറച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബ്രിക്കെല്ലാം വന്ന് നോക്കിയപ്പോൾ ബ്രിക്കില്ല. സംഭവം എല്ലാം ലീക്കായിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. നമുക്കത് നഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കഷ്ടപ്പെടണം, എല്ലാം ഉണ്ടാക്കി വെക്കണം. അത് കഴിയുമ്പോൾ സാധനം കിട്ടത്തില്ല. അത് മതി പൊന്നെ, അവിടെ നിൽക്കട്ടെ. ഇനി അച്ഛൻ അത് ഒഴിക്കും പതിയെ പതിയെ. കുഞ്ഞ് നിൽക്കും, വെയിറ്റ് ചെയ്യും, നിറച്ച് കഴിയട്ടെ. കണ്ടോ, നമ്മുടെ യെല്ലോ കളറാണിപ്പം നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇനി നമുക്ക് റീയൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ ഫോയിലൊന്നും ഇല്ല, നമ്മുടെ 100 ഫോയിലേ ഉള്ളൂ. അപ്പം അത് തന്നെ നമ്മളിങ്ങനെ റീയൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കണം. എത്രത്തോളം ബ്രിക്ക് വേണോ അത്രയും ബ്രിക്കിന് നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കണം. സോ അതനുസരിച്ച് വേണം നമുക്ക് ബ്രിക്ക് ഇതിൽ നിന്ന് മാറ്റുമ്പോഴും വളരെ കെയർഫുള്ളായിട്ട് വേണം ഓരോന്ന് എടുത്തു മാറ്റാൻ, അല്ലേ? പതിയെ ഒഴിക്കും പിന്നെ, കുത്തി ഒഴിക്കല്ലേ. കുത്തി ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഷേപ്പ് എല്ലാം മാറിപ്പോവും. അതിങ്ങനെ കുന്നും തടം പോലെ ആയിപ്പോവും. പതിയെ ഒഴിക്കണം. അല്ലോ, ഏവക്കുട്ടന് നല്ല ക്ഷമയുണ്ട്. ക്ഷമയോടുകൂടി എല്ലാം ചെയ്യുന്നു. ക്ഷമ പഠിക്കുക. ഈ വെള്ളം നമ്മളിത് നിറയ്ക്കുന്നത് എന്തായാലും ഇത് നിറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഇത്ര കളർ ആഡ് ചെയ്തില്ലേ? ഇതിനകത്ത് വേറെ കളർ ആഡ് ചെയ്യാനോ? സോ അപ്പോൾ പിന്നെ നമ്മളതെങ്ങനെ അടുത്ത മെയിൻറ്റെയിൻ ചെയ്തെടുക്കും ഈ കളർ. ഏവക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഒന്നും ഫുള്ള് നിറയ്ക്കുന്നില്ല കേട്ടോ, പകുതിയാണ് നിറയ്ക്കുന്നത്. പിന്നെ ബാക്കി ഇനി അച്ഛൻ നിറയ്ക്കണം, അത് നോക്കിയിട്ട്. കുഞ്ഞിനെ അറിയത്തില്ലല്ലോ, അപ്പോൾ അവൾക്ക് അറിയാവുന്ന പോലല്ലേ അവൾ ചെയ്യുന്നത്. അവൾ തരുന്ന ഇച്ചിരി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അത്രയും മതി എന്നാണ്. അവൾക്ക് അറിയാവുന്ന പോലെ അവൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിത് ഒട്ടും കളയാതൊക്കെയാ കണ്ടോ.
തുള്ളി പോലും കളയാതെ കെയർഫുൾ ആയിട്ട് കോരി കൊണ്ടുവന്ന് ഒഴിക്കുന്നു. എപ്പോഴും കുനിയണം, നിവരണം, നടുവിനും കൂടെ വേദന എടുക്കും അല്ലേ കൂട്ടാ? നടുവേദന ഈ ചെറുപ്രായത്തില് എന്തെല്ലാം കഷ്ടപ്പാട് സഹിക്കണം. സ്വന്തമായിട്ട് കഷ്ടപ്പെടണം. അതെ, കഷ്ടപ്പെട്ടിട്ടാണല്ലോ, അല്ല വെറുതെ അല്ലല്ലോ അല്ലേ? ഇനി അച്ഛ ഓടി നടന്ന് നിറച്ചെടുക്കും. പെട്രോൾ ഒഴിക്കുന്ന പോലെ ഉണ്ട്, അത് വെച്ച് ഇങ്ങനെ ഒഴിക്കുന്ന കണ്ടിട്ട്. ആ കളർ ഇങ്ങനെ, പെട്രോളിന്റെ കളർ. ആ ബക്കറ്റ് വെച്ച് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് പെട്രോൾ വീഴുന്ന പോലെ ഉണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ, പെട്രോൾ ഒഴിക്കുന്ന പോലെ ഉണ്ട്. ഇവിടെ വെച്ചതാണെന്നുണ്ടെങ്കിൽ അത്രയും ആയിട്ടുണ്ട്. ഇനി അവിടെയും കൂടെ നമുക്ക് നിറയ്ക്കണം. ഫുള്ള് യെല്ലോ കളർ തന്നെ ആയിട്ടുണ്ട്. യെല്ലോ അല്ല, ആ ഗോൾഡൻ കളർ. യെല്ലോ എന്ന് തന്നെ വായിൽ വരുന്നത്. ലുക്ക് ലൈക്ക് യെല്ലോ ആണല്ലോ. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ, കൊള്ളാവേ, രസമുണ്ട്. കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഇതാ മസിൽ പിടിച്ചൊന്നും നീ ഒഴിക്കണ്ട. താഴെ കളയിലെന്ന് പറഞ്ഞാല് മസിൽ പിടിച്ചാ കുഞ്ഞൊഴിക്കുന്നത്. ബക്കറ്റിലോട്ട് ഒഴിച്ചെടുക്കാം, അതാകുമ്പോൾ എളുപ്പം എടുക്കാം നമുക്ക്. ഇവിടെ അതേ പുറകിലുണ്ടടാ, വേണ്ട, അതിപ്പോഴേ ആയി തുടങ്ങി കേട്ടോ. മുകളിലത്തെ ലെയർ സ്നോ വീഴുന്നോണ്ടല്ല, ഐസായിട്ടുണ്ടെന്ന്. ഐസായി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ മുകളിലത്തെ ലെയർ. എന്തൊരു തണുപ്പാന്ന് നോക്കി. നമ്മൾ ഒഴിക്കുകയും ഐസാകുകയും കൂടെ ചെയ്യുന്നത്. രസ്ന വെള്ളം ഒഴിക്കട്ടെ. കല്യാണ വീട്ടിലൊക്കെ രസ്ന കലക്കുന്ന പോലെ അല്ലേ? കുറച്ച് കോര് താഴെ കൊണ്ടുപോകും. അച്ഛ ഒഴിച്ചതിൽ പറ്റാത്തതിലൊക്കെ തുള്ളിച്ച ഒഴിച്ചു. കുഞ്ഞൊരെണ്ണം ഒഴിക്കുമ്പോ അച്ഛ അതിച്ചെന്ന് ഒഴിക്കുന്നത് ശരിയാണോ? അല്ല. ഒരാളൊരു ജോലി ചെയ്യുമ്പോൾ അതിനിടയിൽ കയറിയിട്ട് ചെയ്യുന്നത് ശരിയല്ല കേട്ടല്ലോ അച്ഛേ. ആ, ഇടയ്ക്കിടയ്ക്ക് കുന്നും തടവാ അല്ലേ? എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കണം. അത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം ഒഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് താന്നങ്ങ് പോകുന്നത്. ലെവലേ ആകത്തില്ല. കുറച്ച് വെള്ളം വേസ്റ്റ് ആയി പോവും. കളർ വെള്ളം പ്രീഷ്യസ് ആണ്, കളയാൻ പറ്റത്തില്ല. പെട്രോൾ പോലെ. ഇനി അടുത്ത കളർ എടുക്കട്ടെ അച്ഛാ, എന്നാലേ ഉള്ളു ഇനി ആ കുട്ടിക്ക് ഒഴിക്കാൻ. തീർന്നു, ഈ കളർ തീർന്നു. ഈ പാത്രത്തിലോട്ട് വന്നിട്ട് സ്നോ വീഴുന്ന സൗണ്ട് കേട്ടോ. കുണുകുണുകുണുകുണുകുണെന്നും പറഞ്ഞു കുണുകുണുകുണു. എന്തോ ഒരു സൗണ്ട്, നല്ല സുഖമുള്ള സൗണ്ട് കേൾക്കാൻ. എന്തോ അടിയോ കുട്ടി, നീ എന്തെടുക്കുവോ? അത് ഐസായിട്ടിരിക്കുക സ്നോ അവിടെ കട്ടിയായിട്ട്. അത് അതിലോട്ട് ഇടാതെ, നമ്മുടെ പാത്രം കേടായിപ്പോവും. അത്ര എണ്ണത്തിൽ കൊള്ളാനുള്ള ഉള്ളായിരുന്നു അല്ലേ? ഓക്കെ, ലീക്കൊന്നും ഇല്ലെന്നാ തോന്നുന്നു കണ്ടിട്ട്. ഇതുവരെ ലീക്കൊന്നും ഇല്ല, ഭാഗ്യം. അപ്പൊ ഏകദേശം ഇപ്പൊ എത്ര ബ്രിക്കായി നമ്മുടെ? 35 ഓക്കെ. പിന്നെ നമുക്ക് ബാക്കി വേറെ കളർ നിറയ്ക്കാം അല്ലേ? ഇനി എന്തെങ്കിലും ഒരു പച്ചയോ അങ്ങനത്തെ വല്ലതും എടുക്കും, നീലയോ അല്ലേ? ഒഴിച്ചെടുക്ക്, കളയല്, ഒട്ടും കളയല്. ആര് പറഞ്ഞു? ഏതിലെങ്കിലും ഇച്ചിരി ഒഴിച്ചു കൊടുക്കണ്ടേ? കൊള്ളാത്തതിൽ എല്ലാത്തിലും ഇച്ചിരി ഒഴിച്ച്. ഐസ് ആയി അത് ഓൾറെഡി, കണ്ടില്ലേ? ഉണ്ടോ? അതെ, ഇത് കണ്ടോ, ആകുന്നേ ഉള്ളതേ. ഐസ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ഇരിക്കാനൊന്നും പറ്റുന്നില്ല ഇത്രയും ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട്. ഭയങ്കര പാടാ. എല്ലാത്തിലും ഒഴിച്ച് അതങ്ങ് തീർത്ത് കൊടുക്കാം. വാവ്, രാത്രിയാകുമ്പോ തന്നെ ആവുമായിരിക്കും. അതെ, പച്ചവെള്ളമാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ട്യൂബ് കൊണ്ടുവന്നിട്ടിട്ട് നിറച്ചങ്ങ് പോയാൽ മതി. അതിനകത്തും ഉണ്ട്, എല്ലാത്തിലും ആയിട്ടുണ്ട്. ഭയങ്കര പാടാണ്. കൈയൊക്കെ തണുത്ത് മരവിക്കും നമ്മുടെ. അതിനകത്ത് അഴുക്കുണ്ട്. അത് സാരല്ല, ഒരു ഇലയാ അത്. ഇറ്റ്സ് ഓക്കെ. അത് നമ്മുടെ വെള്ളത്തിനകത്ത് കിടന്ന് ഒരു പച്ച കളർ പോലത്തെ കളർ പോലെ എടുക്കാം.
അടുത്ത ട്രിപ്പ് നമ്മൾ ഇനി കളർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുക. വിഹ്രയാണോ? ഓക്കെ, പകുതിയാകുമ്പോൾ നിർത്താം. കുറച്ച് കുറച്ച് ഉണ്ടാക്കിയെടുക്കാം. നിറയുന്നുണ്ടോ കൂട്ടാ? നിറയുന്നുണ്ടോ? അതെ. കൂട്ടം ചിരിക്കുന്നു. എന്തൊരു ഭംഗിയാന്ന് നോക്കിയത് അങ്ങോട്ടൊക്കെ. ഇരുട്ടായി വരുന്നതോറും കുറച്ചുകൂടി ഇങ്ങനെ ഒരു ഭംഗി അല്ലേ? അല്ലെങ്കിൽ നല്ല വെയിലുണ്ടായിരിക്കണം. പക്ഷെ വെയിലുണ്ടെങ്കിൽ നമുക്ക് കണ്ണിന് വേദന എടുക്കും. വെളിയിൽ ഇങ്ങനെ നിൽക്കാനൊക്കത്തില്ല ഈ ഒരു സമയത്ത്. അച്ഛ ഫുൾ ടൈം എണ്ണലാണ്, എണ്ണിക്കൊണ്ടിരിക്കും. ഓക്കെ, അത്രയും ആവണ്ട ആക്ച്വലി. എന്തോ ആവുന്ന അത്രയും ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വേറെ കളർ ഉണ്ടാക്കാം. ഓക്കെ, അച്ഛൻ അങ്ങോട്ട് പൊക്കോ, നിർത്താൻ ഞാൻ പറയാം. നിർത്തിക്കോ. നിർത്തച്ചേ. ഓക്കെ, നിന്നടായോട്ടെ. ഇനി അത് അവിടെ കൊണ്ടിടും. ആ ചെടിച്ചട്ടിയുടെ അവിടെ കൊണ്ടിടും. ചെടിയുടെ അവിടെ കൊണ്ടിടും. ചിരിച്ച വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരുന്നില്ലെങ്കിൽ അതിങ്ങനെ ഫ്രീസായിപ്പോ. അപ്പം നമ്മൾ അതിൽ കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടേക്കാണ്. കമ്പൊക്കെ കൊണ്ട് എറിയുന്നു. വഴി കിടന്നെയാണോ? പച്ചവെള്ളം. ഇതൊരു പ്രത്യേകതരം പച്ച. രസമുണ്ട് കാണാൻ. നമ്മുടെ കുളത്തിലൊക്കെ ഇങ്ങനെ പായല് പിടിച്ച് കിടക്കുന്ന പോലെ. ശരിക്കും നല്ല പച്ച കളറായി. ഇച്ചിരി നൈസ്. ഇനിയും വേണോ? ഇച്ചിരി ഒഴിച്ചത് തുള്ളി മതി. നിക്കട്ടെ. ഇപ്പൊ നല്ല പച്ചയായി. കൊള്ളാം. ആ ബക്കറ്റിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കളർ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ബക്കറ്റിലോട്ട് ഒഴിക്കും. വൈറ്റ് ബക്കറ്റ് ആകുമ്പോഴത്തേക്ക് അതിൽ കളർ നോക്കി കൃത്യമായിട്ട് കണ്ടോ. നൈസ്. കറക്റ്റ് ഈ കളർ തന്നെ കിട്ടണം. ഇതായി കഴിയുമ്പോൾ ഇത്രയും കളർ കിട്ടത്തില്ല. ഇത് കുറച്ച് മങ്ങിപ്പോവും. എപ്പോഴും കുറച്ച് ഹാർഡർ ആയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. അതെ, ഞാൻ പറയുന്നത് ഇച്ചിരി ഒരു തുള്ളി കൂടെ ഒഴിച്ചത്. നിക്കടാ, അത് തിരിച്ചൊഴിക്കുക. എല്ലാം മിക്സ് ചെയ്യും. പിന്നെയും കോരി ഒഴിച്ച് നോക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്നോ വീഴുന്നുണ്ടോ അതിലോട്ട്? വീഴുന്നുണ്ട്. സ്നോ വീഴുന്നു കണ്ടില്ലേ? അതിന് എല്ലാത്തിലും വീഴുന്നുണ്ട്. ഒഴിച്ചാച്ചേ? ഒഴിച്ച് മിക്സ് ചെയ്യാവൂ കൂട്ടാ. ഇളക്കം അങ്ങോട്ട് മസിൽ പിടിച്ച അവിടെ ഇളക്ക്. ഓക്കെ, മതി. ഒഴിച്ചോ. ആ ബക്കറ്റിലോട്ട് ഒഴിച്ചെന്നെങ്കിൽ എളുപ്പം. വാവ്, കൊള്ളാം. നല്ല കളറാ. കളയാതെ ആവേശം കൂടിയിട്ട് എല്ലാം കോരി കളയാതെ ഒഴിക്കാം. മുക്കിയെടുക്കുക. ഇവിടെ ഇരിക്കും. ഇതിൽ ഒഴിക്കാം കൂട്ടെ. ഈ അറ്റത്തുള്ളതിൽ അതിൽ നിറയ്ക്കുക കേട്ടോ. വാവ്, പുണയനോ? അതോ കൊള്ളാലോ. നൈസായിട്ടുണ്ട് രണ്ടും. ഓറഞ്ചിൻ്റെ അടുത്ത് ഗോൾഡനും പച്ച. ഓറഞ്ച് പോപ്പിൻസ് മിഠായി. നമ്മുടെ ഗ്രീനും നിറച്ചുകൊണ്ടിരിക്കുവാണ്. അതിപ്പോ വാലിയ വിഹ്രയാണ്. അതായത് കുഞ്ഞു പറയുന്നതേ ലൈറ്റ് ഗ്രീൻ ആണെന്ന്. മനസ്സിലായോ? ഇപ്പൊ തുമ്മ വിഹ്രയായോ? വാലിയ വിഹ്രയായോ? ആദ്യം നിരത്തിയിട്ടുള്ളതെല്ലാം തീർന്നിട്ടുണ്ട്. വിനോദിനി വീണ്ടും ഫോയിൽ പ്ലേറ്റ്സുകൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ബാക്കി ഇതിനകത്തുണ്ട്. അവിടെ നില്ലേ കൂട്ടാ, അച്ഛ നിരത്തട്ടെ, പാത്രം നിരത്തട്ടെ. എന്നിട്ട് നിരത്തുന്നതിന് മുന്നേ ഒഴിക്കാൻ ഇവിടെ ആൾ തയ്യാറായി നിൽക്കുകയാണ്. കളയല്ലേ, കുറേശ്ശെ ഒഴിക്കുക കേട്ടോ. സ്നോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അത് വെച്ച് ഒഴിക്കുക. സന്ധ്യയായി തുടങ്ങിയേ. 3 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം തന്നെ സന്ധ്യയായി. നമ്മളിതെല്ലാം വെച്ച് വരുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടാകുമെന്നാണ് തോന്നുന്നത് മിക്കവാറും. ഇവിടെ ഇപ്പം എന്താണ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ,
ഇരുട്ടാകും. അതെ സ്നോ വീഴുന്ന ക്ലൗഡ്സ് ആയിരിക്കും ഇവിടെ എല്ലാം. അതെ ഇരുട്ട് മൂടി കെട്ടി ഇങ്ങനെ കിടക്കും. അതെ കുറച്ച് ലൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. കുട്ടിയുടെ കൈ നനയല്ലേടാ, കൈ നനയല്ലേ? കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ലേ? അതെടുത്ത് പൊക്കി മാറ്റി വെക്കെങ്കിൽ, അതെടുത്ത് പൊക്കി മാറ്റി. അതിനകത്ത് വെള്ളം ഉണ്ടോ? അതെടുത്ത് പൊക്കി വെളിയിലോട്ട് വെക്ക്. നായത്ത് വെച്ച് തരാം. അവിടോട്ട് വെക്ക്. മറ്റേതിന് ഇയാള് വെള്ളം എടുക്കാതിന്ന്. ഇയാടെ പാത്രം വെച്ച് വെള്ളം എടുക്കടോ, അത് അച്ചയുടെ അല്ലേ? ഇയാടെ പാത്രം എന്തേ? അതേണ്ടേ. ഓക്കെ. ഓ അതിൽ നിറയ്ക്കും. അതിൽ നിറയ്ക്കണ്ട, കുഞ്ഞിത് ഒരെണ്ണത്തിൽ ഇത് അതിൽ കൊണ്ട് നിറയ്ക്കും. കുഞ്ഞിൻ്റെ അതിൽ നിറച്ചാൽ താഴെ പോകും പിന്നെ. എല്ലായിടെ ലെവലാക്കണമേ. പിന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലെവലാക്കിയാണ് വെച്ച് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം തലയും കുത്തി കിടക്കും. സ്നോ വീണ് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമേ അത് തന്നെ. കുന്നും തടവായിട്ട് കിടക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഇടണം, ലെവലാക്കി ഇങ്ങനെ അതിന് മണ്ടയിൽ ഇങ്ങനെ വെക്കണം. അതെ, എല്ലാം ചടങ്ങ് തന്നെയാണ്. ഇത് ചെയ്യുന്നതേ ഒരു ചടങ്ങാണ്. പിന്നെ ഒരു രസമാണല്ലേ, ഭംഗിയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം, സാറ്റിസ്ഫാക്ഷനും. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഓരോ കുഞ്ഞുമായിട്ട് അവർക്ക് ഒരു സന്തോഷം. ഇത് കണ്ടില്ലേ? അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ നാട്ടിലെ പോലെ റിലേറ്റീവ്സോ ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. നമുക്ക് പോകാനും എടുക്കാനും ചെയ്യാനും ഒക്കെ. അപ്പോൾ ഇവിടെ തന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എന്നാലും ചോദിക്കുക, ഈ തണുപ്പത്ത് നമ്മളിങ്ങനെ വീടിനുള്ളിൽ തന്നെ ഫുൾ ടൈം ഇരിക്കുന്നത് ആലോചിച്ച് നോക്കി. കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ ബോറടി ആയിരിക്കും. കുറെ നേരം കിടന്ന് ഉറങ്ങും. പിന്നെ എന്ത് ചെയ്യും? ഇത് വെച്ച് കോരി അടിക്കും. ഏവക്കുട്ടനാണെങ്കിൽ വലുത് വെച്ച് കോരി അടിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ പാടാ, കുഞ്ഞിന്റെ പാത്രം വെച്ച് കോരി ചെറുത് വെച്ച് ഒഴിക്കുക. എന്നിട്ട് ഓരോന്നും നിറയ്ക്കും. എല്ലാത്തിലും കൊണ്ട് ഒഴിക്കാതെ ഇങ്ങനെ എല്ലാത്തിലും ഒഴിക്കും. നിറച്ചെടുക്കുക, അല്ലാതെ ഇച്ചിരി ഒഴിക്കാതെ. ഇത് മുഴുവൻ ചെയ്യുന്ന ഫുള്ള് കംപ്ലീറ്റ് ആക്ക്. ഫുള്ള് ഫിനിഷ് ചെയ്യാതെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവും. അതെ, എല്ലാത്തിലും ഇച്ചിരി ഫുള്ള് ഒഴിക്കുക. ഒരെണ്ണം ഫുള്ള് നിറയ്ക്ക്, ഒരെണ്ണം മൊത്തം നിറയ്ക്കുക ഇയാള്. ഇല്ലേ? അതെന്താ അങ്ങനെ? ഇതിന്റെ മണ്ടയിൽ സ്നോ വീണിട്ട് വേറൊരു ഇതാകുന്നു, കണ്ടോ? അതോ മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നല്ല ഇങ്ങനെ ഭംഗിയാണ് പോവും. അത് ഞാൻ എപ്പോഴും പറയുന്നത് മൂടിയിടണം. എന്തായാലും നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ട്. ആ പാത്രം എടുത്ത് മാറ്റല്ലേ, കാല് തട്ടി മറിഞ്ഞു വീഴും. ഇതോ അവിടെ ഇയാളുടെ കാലിൻ്റെ അവിടെ ഒരു പാത്രമുണ്ട്, കോരി ഒഴിക്കുന്നത്. മറിഞ്ഞു വീഴല്ലേ. ഒരെണ്ണത്തിൽ ഒഴിക്കും, അല്ലാതെ ഇതെല്ലാം കൂടെ ഇതിലൊഴിക്കണം. ഇതിലൊഴിക്കും, ആയിട്ട് ഒഴിച്ചതിലൊഴിക്കും. അത് ഞാൻ ഇങ്ങനെ അറിയിക്കുന്നില്ല. ഇതിലൊഴിക്കും. അറിഞ്ഞില്ല. അത്രേ ഉള്ളൂ, മതി. അത്രേ ഉള്ളൂ. അത് വേറെ എടുത്താണെങ്കിൽ ഒഴിക്കാം. പാത്രം അത് കുളമായി. അങ്ങനെ നമ്മുടെ ഗ്രീൻ കളറും തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത ഏതെങ്കിലും കളർ വെക്കണം. ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് നോക്കുവാണേ. ഇതൊക്കെ ആയിട്ടുള്ളത് ഉണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഓൾറെഡി ആയി കേട്ടോ. അതിന് മുകളിലതേ ഇതേണ്ടത് ഉയ് ഉണ്ടോ? ഐസായി ഓൾറെഡി ഉണ്ടോ? ഓഹോ, തീരുന്നില്ലല്ലേ? നിറച്ചിട്ട് ലെവലാക്കണം, വെക്കണം. പിന്നെ അതെ, എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൗസ് ഇല്ലാതെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ കൈയെല്ലാം തണുത്തട്ടെ. കളർ ആഡ് ചെയ്യാം അല്ലേ? 100 ഉണ്ടല്ലേ? കണ്ടിട്ട് 100 തോന്നുന്നില്ല, പക്ഷെ ഉണ്ട്. കുറവായിട്ടാ തോന്നുന്നു ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 150 അതിൽ കൂടുതലും ഒക്കെ ഉണ്ടായിരുന്നു. സൈസ് കുറച്ച് വലുതാ. നമുക്ക് നോക്കാം. ബ്രിക്ക് ആയി കഴിഞ്ഞാൽ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പിന്നെയും വെക്കണമല്ലോ. എന്നാലേ അടുത്ത ബ്രിക്കുകൾ ഇങ്ങനെ പിന്നെ ഇളക്കിയെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. അത്രേ ഉള്ളൂ. അതെങ്ങനെങ്കിലും സൂക്ഷിച്ച് വെക്കണം. എടുത്തിട്ട് വെച്ച പോലെ വെക്കാം. പിന്നെ വെക്കാം. അതെ, ഇപ്പൊ പെട്ടെന്നാവും. ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചില്ലേ? അത് ബ്രിക്ക് വേഗം റെഡിയാവും. അത്രയ്ക്ക് തണുപ്പുണ്ട്, സ്നോയുണ്ട്. ഇതെല്ലാം നിറച്ചാൽ മതി. നമ്മളിപ്പോ മഞ്ഞ നിറച്ചു, പച്ച നിറച്ചു.
ഇത് നമുക്ക് ചുമല കളർ നിറയ്ക്കാം, റെഡ് കളർ അല്ലേ? അതെ, അപ്പൊ റെഡിലേക്ക് പോവാൻ പാ. നമുക്ക് സ്നോ ആവശ്യത്തിനുണ്ട് ഇപ്പൊ ഉണ്ടാക്കാനുള്ള. ഫെബ്രുവരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമാണ്. കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഈ സമയത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് ലാസ്റ്റ് ഈ ഒരുപാടൊന്നും പറയാനൊക്കെ, കാരണം നമ്മൾ അത്രയ്ക്ക് പതിയാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞുമായിട്ടൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ. അപ്പം നമ്മൾ കുറച്ച് എൻജോയ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം എടുക്കും, അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. എപ്പോൾ തീരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കംപ്ലീറ്റ് ആവത്തില്ലേ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. പച്ചയാണെങ്കിൽ 20. ഓക്കെ, നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. രസമായിരിക്കും കാണാൻ. ഇനി ഒരു റെഡ് കളറൂടെ കയറ്റി കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. റെഡോ പിങ്കോ അങ്ങനത്തെ എന്തെങ്കിലും. ഓക്കെ, അതെടുക്കാം ഇനി. മിക്സ് ചെയ്താൽ പോലെ റെഡ് കളർ ഒഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി റെഡ്, ചോര പോലത്തെ റെഡ് അല്ലേ. റെഡ് കോമൺ കളറോ? എവിടുന്ന് കിട്ടുന്നു? എല്ലായിടും കിട്ടും. ഇതിനൊരു വെറൈറ്റി, ഒരു ഭംഗിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും വെറൈറ്റി കളറാ കുറച്ച്. റെഡ് കളർ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം കൊള്ളാവേ, രസമുണ്ട്. ഇതൊരു നല്ല കളറാ. ബ്രിക്ക് ആയി കഴിയുമ്പോൾ ഈ കളർ തന്നെ ആയിരുന്നെങ്കിൽ അല്ലേ. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല, ഇച്ചിരി ഒന്ന് ഡൗൺ ആയിപ്പോ എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. പക്ഷെ ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ബ്രിക്ക് ഉണ്ടാക്കുമ്പോൾ ആ കളർ ഇങ്ങനെ അടിയിൽ പോയി കിടക്കത്തില്ലായിരുന്നോ കൂടുതലും? ആണോ? അങ്ങനെ ദേ നമ്മുടെ മുറ്റം നിറയെ കളർഫുൾ ഐസ് ബ്ലോക്കുകളാകാൻ പോവാണ് അല്ലേ. മുറ്റം നിറയെ ആ പാട്ട് ഓർമ്മ വരുന്നു. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന് മുകളിൽ സ്നോ വീണ് കഴിഞ്ഞല്ല കാണാൻ പറ്റത്തില്ല. ആ മറ്റേതായത് കണ്ടോ? എല്ലാരും കണ്ടോ മറ്റേതായത് അല്ലേ? ഓറഞ്ച് ആയിട്ടുണ്ട്. ദേ ഓറഞ്ചൊക്കെ നല്ലോണം ആയിട്ടുണ്ട്, ഗ്രീൻ ആയിട്ടുണ്ട്. റെഡ് ദേ നമ്മൾ വെക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ബ്രിക്ക് റെഡിയായി കിട്ടും. അത്ര ഫാസ്റ്റാണ്. നല്ല തണുപ്പുള്ളപ്പോൾ ഇങ്ങനെയാണ്. തണുപ്പിൻ്റെ ആ ഒരു കാഠിന്യം മനസ്സിലാക്കാൻ ഇതേ ഉള്ളൂ ഒരു വഴി. അതായത് നമ്മൾ വെക്കുന്നു, ആവുന്നു. മനസ്സിലായില്ലേ? നിമിഷ നേരം കൊണ്ട്. ആ 1-2 mm ആയിട്ടുണ്ട്. അതെ, ചെറിയ കനത്തിൽ. ഇച്ചിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് ആവുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഓൾറെഡി നമ്മുടെ പൈപ്പാണെങ്കിൽ ഫ്രീസ് ആയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഐസ് ഇങ്ങനെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തുറന്നാ വെച്ചേക്കുന്നത്. ഐസ് ചാടുന്നുണ്ട്. ഒരെണ്ണത്തേക്ക് നിറയ്ക്കാനുണ്ടോന്ന് എനിക്കറിയത്തില്ല. നിറച്ച് നോക്ക്, ഒരെണ്ണത്തേക്ക് ഒഴിച്ചു നോക്കാം, അപ്പൊ അറിയാം. നമ്മുടെ ഐസ് ബ്ലോക്കുകളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. തണുത്തിട്ട് ഇപ്പൊ സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പൈപ്പാണെന്നുണ്ടെ ഫ്രീസ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ പോയി നമ്മളെല്ലാം ഓടിച്ചോടിച്ച് കൊടുത്തപ്പോഴാണ് പിന്നെ അത് നല്ല സ്പീഡിൽ വരാൻ തുടങ്ങിയത്. നല്ല തണുപ്പാണ്, സംസാരിക്കാൻ പറ്റത്തില്ല കുറെ നേരം നിന്ന് കഴിയുമ്പോൾ. ഇത് എങ്ങനെയെങ്കിലും ബ്രിക്ക് ആക്കി എടുക്കണമല്ലോ നമുക്ക്, എന്നാലല്ലേ നല്ല തണുപ്പത്തേക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മതിയല്ലോ അല്ലേ? മതി ഓൾറെഡി. പിന്നെ അല്ലേ കളർ വേസ്റ്റ് ആയി പോകും, നമുക്ക് ബ്രിക്ക് ഇല്ല. ഓക്കെ, നിർത്തിക്കോ. ഇത്ര എണ്ണത്തിൽ നിറയ്ക്കാനുള്ളതല്ലേ ഉള്ളൂ. അത് കൊള്ളൂ. അകത്തിട്ട് വെള്ളം അകത്തിട്ട് നിർത്തിയിട്ട് അച്ഛ ബ്ലൂ എടുത്തോണ്ട് വരും. കാലൊക്കെ മരവിച്ചു. കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് മരവിക്കാൻ തുടങ്ങും. അപ്പൊ ദേ നമ്മള് എല്ലാം നിറച്ചിട്ടുണ്ട്. 4 കളർ അല്ലേ? 1, 2, 3, 4 കളർ. അപ്പം നിറച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് 1-2 ഫോയിൽ പ്ലേറ്റ്സ് ബാക്കി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം എല്ലാം നമ്മുടെ പൈപ്പൊക്കെ എടുത്ത് അകത്ത് കയറ്റി വെച്ചു, ഫ്രീസ് ആകുന്നതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബക്കറ്റ് കൊണ്ടുപോയി അകത്തുനിന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ കളർ ആഡ് ചെയ്തിട്ട് ഇതങ്ങ് ഒഴിച്ച് തീർക്കാം അല്ലേ? പ്ലെയിൻ കളർ നമുക്ക് സിമ്പിൾ ആയിട്ട് വെക്കാവുന്ന കാര്യമുള്ളൂ.
കളർഫുൾ ഉണ്ടാക്കുന്നതാണ് പാട്, സിമ്പിൾ ഉണ്ടാക്കാൻ അത്ര പാടില്ല. അച്ഛൻ ഇനി 1-2 കൂടെ ഉള്ളത് അതും കൂടെ നിറച്ചിട്ട് നമുക്ക് അകത്ത് കയറാം. അതെ, ഇത്ര നേരമായിട്ട് ഇരുട്ടായില്ലല്ലേ അത്ര അല്ലേ അങ്ങോട്ട്, കാരണം ഇത്ര സ്നോ ഒക്കെ ഇങ്ങനെ വെളുത്തിരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. മൂടി കിടക്കുന്ന പോലെ. അതെ, കുറ്റാക്കുറ്റി ഇരുട്ടാന്നില്ല. അതിന്റെ റിഫ്ലക്ഷനും കൊണ്ടിട്ട് ഒരു ചെറിയൊരു വെളിച്ചം കിട്ടും, അത്രേ ഉള്ളൂ. അതെ, പക്ഷെ ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചം. ഇതെല്ലാം സ്നോ കൂട്ടി വെച്ചേക്കോ. നമ്മുടെ സ്നോമാനങ്കിളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കൊണ്ടുവന്ന് ട്രാക്ടറും കൊണ്ട് വന്നിട്ട് സ്നോ കൂട്ടിയപ്പോൾ ഇവിടെ കുറച്ച് കൂടിപ്പോയി. അത് ലെവലാക്കിയില്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അച്ഛൻ ഇവിടെ നിന്ന് ലെവലാക്കണേ വെച്ചേ, അല്ലെങ്കിൽ കുഞ്ഞ് കളിക്കുമ്പോൾ മറിഞ്ഞു വീഴും അല്ലേ. ഇഷ്ടപ്പെട്ടോ കുഞ്ഞിനല്ല ബ്രിക്കല്ല? ഈ കുഞ്ഞിൻ്റെ ആ സാധനം അങ്ങ് അവിടെ കൊണ്ട് വെച്ചേക്കോ, അതിന് എടുത്തോണ്ട് പോവാ. ചെല്ല്, വാ, ആദ്യത്തെയും വരാം, വാ പോ, ആദ്യത്തെയും കൂടെ വരാം, വാ. അതിന് എടുത്തോണ്ട് പോവാ, അല്ലെ വഴി കൊണ്ടാണോ ഇടുന്നത്? കുഞ്ഞിൻ്റെ വാഹനം വഴി കിടക്കുക, വഴിയിലിട്ടാ എങ്ങനെ ശരിയാവും? ഇവിടെ ആരും എടുത്തോണ്ടൊന്നും പോകത്തില്ല. എന്നാലും നമ്മൾ വഴിയിലിടല്ലോ, വണ്ടി കയറുന്ന സ്ഥലമല്ലേ, നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് വരുന്ന സ്ഥലമല്ലേ. അപ്പം ഇവിടെ എങ്ങനെയാണ് ഇടുന്നത്? അച്ഛ കാറും കൊണ്ട് വരുമ്പോഴത്തേക്ക് വഴിയിൽ ഇത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ കാറ് നിർത്തിയിട്ട് കാറിനകത്തിരിക്കുവോ? കാറിനകത്തിരിക്കുന്ന വഴി, കാറ് പോകുന്ന വഴിയല്ലേ ഇത്. അപ്പം അടുത്ത് മാറ്റിയാലല്ലേ അച്ഛക്ക് കാർ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ പുറകെ സ്റ്റക്കായി പോകും, അതുകൊണ്ടാ പറഞ്ഞത്. കണ്ടോ, കാറിന്റെ പുറകെ സ്റ്റക്കായി പോകും. ഇതെടുത്ത് മാറ്റുമോ കേട്ടോ അച്ഛേ? കുഞ്ഞിനറിയാം കാര്യങ്ങൾ. ആദ്യത്തെ തിരിച്ചു തരട്ടെ, ഇങ്ങോട്ട് തിരിച്ചു തരാം. ഒരു വഴിക്ക് പോകാനായിട്ട് വണ്ടി തിരിക്കാനും അറിയത്തില്ല. ഇറങ്ങി തിരിച്ചു വെച്ച് തരാം. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ. പോ പോ, വണ്ടി കിട്ടോ? ഒരു വഴിക്ക് പോവാ അല്ലേ? ഷോപ്പിൽ പോവാ. വേഗം ആട്ടെ, പോയിട്ട് വാ. സ്പീഡിലാട്ടെ, വേഗം പോയിട്ട് വാ. ഇന്ന് തന്നെ പോയിട്ട് വരണം കേട്ടോ. ടാറ്റാ. ഓക്കെ. എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതലും ആയിപ്പോയി അല്ലേ? എല്ലാത്തിലും ഇച്ചിരി അങ്ങ് ഒഴിക്കും, സദ്യ വിളമ്പുന്ന പോലെ. അങ്ങനെ ബ്രിക്ക് റെഡിയാക്കൽ കഴിഞ്ഞു, വൃത്തിയാക്കലും അടുക്കിപ്പറക്കലും എല്ലാം കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ സ്നോ എല്ലാം വീണ് തുടങ്ങി അതിൻ്റെ മുകളിൽ. നമ്മുടെ ബ്രിക്കിൻ്റെ ഭംഗി പോകും ഇങ്ങനെ സ്നോ വീണ് കഴിഞ്ഞാൽ. ഇപ്പം വിനോദാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മൂടാനായിട്ട് എന്തെങ്കിലും എടുക്കാൻ പോയതാണ്. ഈ വെള്ളം ഇതിലൊഴിച്ചിട്ട് ഇപ്പം മൂടിക്കഴിഞ്ഞാൽ ഇത് ശരിയാവോ? ഇത് മറിഞ്ഞു എല്ലാം പോയി. വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഫ്രീസ് ആവുന്നതിന് മുന്നേ മൂടിക്കഴിഞ്ഞാലേ വെള്ളം കമന്നു പോയാലോ. അപ്പം എന്തേ ഷീറ്റ് എടുത്തോണ്ട് വരുവാണ് നമ്മുടെ ബ്രിക്കൊക്കെ മൂടാനുള്ള. അപ്പോൾ അതിട്ട് പതിയെ മൂടിയില്ലെങ്കിൽ നമ്മുടെ അതിലെ വെള്ളം എല്ലാം പോകും കേട്ടോ അച്ഛാ, സൂക്ഷിച്ചേ. ഇപ്പുറത്തത് വേണമെങ്കിൽ പതിയെ മൂടിയില്ലെങ്കിലേ നമ്മുടെ ബ്രിക്കെല്ലാം വെള്ളമെല്ലാം കമന്നു പോകും. രണ്ടായിട്ടും മുറിക്കണം. ചെറുത് മുറിച്ചെടുക്കണം. ഉണ്ട്. ഇത് ഏതിനും ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അങ്ങോട്ട് വാ, സൈഡിലേക്ക്.